കഴിഞ്ഞിരിക്കുകയാണ്. വോട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആരാണ് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ആരാണ് ഏറ്റവും ലാസ്റ്റ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അൺഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു മാറ്റവുമില്ലാതെ തുടർന്നത് അനീഷ് തന്നെയാണ്. 62,476 എന്ന വലിയ വോട്ടിങ്ങിലേക്ക് അനീഷ് അവസാന നിമിഷം എത്തിയിരിക്കുന്നു. ഷാനവാസാണ് രണ്ടാം സ്ഥാനത്ത്. 50,786 വോട്ടുകളാണ് ഷാനവാസ് നേടിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് ആദിലയാണ് നിൽക്കുന്നത്. 46,736 വോട്ടുകൾ നേടിയിരിക്കുന്നു. നാലാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് നിൽക്കുന്നത്. 45,458 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ആര്യനാണ് അവസാന നിമിഷം എത്തിയത്. 44,688 വോട്ടുകൾ ആര്യൻ നേടി. ജിസൈൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 44,132 വോട്ടുകൾ. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ്. 43,642 വോട്ടുകൾ. ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അതിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ സാബു മാനാണ്. 42,346 വോട്ടുകൾ. ഒൻപതാം സ്ഥാനത്ത് ബിന്നി നിൽക്കുന്നു. 42,238 വോട്ടുകൾ. ജിഷിനാണ് 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 42,146 വോട്ടുകൾ. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അഭിലാഷ് തന്നെയായിരുന്നു. 41,982 വോട്ടുകളാണ് അഭിലാഷ് നേടിയിരിക്കുന്നത്. ഇതിൽ സാബു മാൻ, ബിന്നി, ജിഷിൻ, അഭിലാഷ് ഇവരുടെ വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും വലിയ ഡിഫറൻസ് ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 4 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നു. അതിൽ ജിഷിനും അഭിലാഷിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ കാണുന്നത്. അതിൽ അഭിലാഷാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത്. സോ നമുക്ക് കാത്തിരിക്കണം ബിഗ് ബോസിൻ്റെ വക എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ട്വിസ്റ്റ് എന്തെങ്കിലും ഈ ഒരു എവിക്ഷനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാനായി. അതോടൊപ്പം തന്നെ സിംഗിൾ എവിക്ഷൻ ആണോ ഡബിൾ എവിക്ഷൻ ആണോ നടക്കാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം.